ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ആദിത്യൻ ഐശ്വര്യയുടെയും ജാസ്മിന്റെയും അടുത്തേക്ക് വരുന്നുണ്ട്. ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്നൊക്കെ. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഇത് ജാസ്മിൻ ആണ്, പുതിയ സ്റ്റാഫ് ആണെന്നൊക്കെ. ആദിത്യൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവളുടെ വീട് എവിടെയാണെന്നൊക്കെ. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ചോദിച്ചിട്ടില്ല. അരുണിന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ആണെന്നാണ് പറഞ്ഞത്. അരുൺ റെക്കമെൻഡ് ചെയ്തിട്ടാണ് തൽക്കാലത്തേക്ക് ഒരു ജോലി കൊടുത്തതെന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ ഇവിടെ സ്ഥിരപ്പെടുത്തിയിട്ടൊന്നുമില്ല, ടെമ്പററി ആയിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അരുണും അവിടേക്ക് വരുന്നുണ്ട്. ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് ടെമ്പററി പോസ്റ്റ് ആണെങ്കിലും ആരാണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കണ്ടേ, വല്ല കൊലപാതകമോ എന്തെങ്കിലും കള്ളത്തരമോ ചെയ്തിട്ട് വന്നതാണോ എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ആദിത്യൻ പറയുന്നത് കേട്ടിട്ട് ഐശ്വര്യ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് പറയുന്നത് വല്ല ശരിയുമുണ്ടോ, നീ അങ്ങനെ വല്ലതുമാണോ ചെയ്തിട്ട് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നു. അരുൺ അപ്പോൾ ഐശ്വര്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ അത് വിശ്വസിച്ചിട്ട് വിളിച്ചു പറയുകയാണോ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് നിന്നോടല്ല അവൾ കാര്യം ചോദിച്ചത്, അവളോടാണെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് ഈ പെണ്ണിനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ അരുൺ ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുമെന്നൊക്കെ പറയുന്നു. ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട, ഞാൻ പോയേക്കാം. പക്ഷേ ഈ ജാസ്മിന്റെ ആണെങ്കിൽ ID കാർഡും 3 ഫോട്ടോസും വാങ്ങി വെക്കണമെന്നൊക്കെ പറയുന്നു. ആദിത്യൻ പറയുന്നത് കേട്ടിട്ട് ശരിക്കും ജാസ്മിനും അതുപോലെ അരുണും ഞെട്ടിപ്പോകുന്നുണ്ട്. ഐശ്വര്യ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് വരാനെന്നൊക്കെ പറയുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഞാൻ കൂടി വേണമെങ്കിൽ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നുമില്ലെങ്കിൽ ഇവളെ ഇവിടെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടേക്കാനെന്നൊക്കെ. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് പിരിച്ചുവിടുക മാത്രമല്ല ഇവളെ പോലീസിൽ വരെ ഏൽപ്പിക്കുമെന്നൊക്കെ പറയുന്നു. അശ്വതി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെ വെളിയിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അരുണും പെട്ടെന്ന് അവിടുന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആദിത്യൻ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോവുകയാണെന്ന്. അരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു അർജന്റായിട്ട് കോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഐശ്വര്യ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ജാസ്മിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ. അരുൺ ഉടനെ തന്നെ ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്തിട്ടാണെങ്കിൽ ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ. ആ സമയത്ത് അരുണിന്റെ അടുത്തേക്ക് ആദിത്യനും വരുന്നുണ്ട്. ആദിത്യൻ അപ്പോൾ വിചാരിക്കുന്നുണ്ട് അരുൺ ആണെങ്കിൽ ഫോൺ വിളിച്ചിരിക്കുന്നത് ശ്യാമയാണ്. അമ്മ പറഞ്ഞതിലും ശരിയുണ്ടോ, എല്ലാത്തിനും ശ്യാമയും കൂട്ടു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ കരുതുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അശ്വതിയുടെ അടുത്ത് ചെന്നിട്ടാണെങ്കിൽ ID കാർഡും 3 ഫോട്ടോയും കൊടുക്കുകയാണ്. അശ്വതി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതാരുടെ ID കാർഡും 3 ഫോട്ടോസും ഒക്കെയാണെന്ന്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഫ്രണ്ടിന്റെ ആണെന്ന്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ എന്റെ ഫ്രണ്ടിന്റെ ആണ്, പേര് മാത്രം മാറ്റി വേറെ ID കാർഡ് തയ്യാറാക്കിയതാണെന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, തെറ്റാണെന്നൊക്കെ അറിയാം, പക്ഷെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിച്ചോളുമെന്നൊക്കെ പറയുന്നു. അശ്വതി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഐശ്വര്യ ആണെങ്കിൽ എന്റെ ഫേസ് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ. ശ്യാമ അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശ്യാമ അശ്വതിയോട് പെട്ടെന്ന് തന്നെ പൊക്കോളാൻ പറയുന്നു. അശ്വതി അവിടെ നിന്നും പോകുന്നു. അശ്വതി ഐശ്വര്യയുടെയും ആദിത്യന്റെയും അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ID കാർഡും ഫോട്ടോയും ഒക്കെ കാണിക്കുകയാണ്. ആദിത്യൻ അപ്പോൾ ഐശ്വര്യയോട് പറയുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ആള് തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കും, അതുകൊണ്ട് മുഖം ചെക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അശ്വതിയോട് പറയുന്നുണ്ട് മുഖം കാണണമെന്ന്. ആ സമയത്ത് അശ്വതി പറയുന്നുണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. മേഡത്തിന്റെ മുഖം എത്ര സുന്ദരമായിട്ടാണ് ഇരിക്കുന്നത്, എന്റെ മുഖം അതുപോലെയല്ല, എനിക്ക് തീപ്പൊള്ളലേറ്റു, അതിനുശേഷം ഞാൻ പർദ്ദയാണെങ്കിൽ മാറ്റി ആരെയും കാണിക്കാറില്ല എന്നൊക്കെ പറയുന്നു. എനിക്കത് വലിയ വിഷമമാവും, ഡോക്ടറും പറഞ്ഞത് ആരെയും കാണിക്കണ്ട എന്നൊക്കെയാണ്. മേഡത്തിന് എന്റെ അവസ്ഥ മനസ്സിലാകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഞങ്ങൾക്ക് കാണണമെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ പക്ഷെ ആദിത്യനെ തടയുകയാണ്. അതൊന്നും വേണ്ട, ഒരു പെണ്ണിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു. ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റത്തില്ല വികൃതമായ മുഖം ആരെയും കാണിക്കാനെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഐശ്വര്യ ആണെങ്കിൽ അശ്വതിയോട് പറയുന്നുണ്ട് നീ കാണിക്കണ്ട എന്നൊക്കെ. അരുണും അവിടെ നടക്കുന്നതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ആദിത്യൻ പക്ഷെ ഐശ്വര്യയോട് അങ്ങനെ വെറുതെ വിടരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഐശ്വര്യ കേൾക്കുന്നില്ല. ഐശ്വര്യ വേണ്ട എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അശ്വതിയോട് അവിടെ നിന്നും പൊക്കോളാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അശ്വതിയും അരുണും പോയി ശ്യാമയെ കണ്ടിട്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ശ്യാമയാണ് സഹായിച്ചതെന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണെങ്കിൽ ആദിത്യൻ കാണുന്നുണ്ട്. ആദിത്യൻ അപ്പോൾ വിചാരിക്കുന്നുണ്ട് അമ്മയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഇവർക്ക് 2 പേർക്കും കൂട്ടു നിൽക്കുന്നത് ശ്യാമ തന്നെയാണ്, ഇനിയും എന്ത് വേണമെന്ന് എനിക്കറിയാമെന്നൊക്കെ വിചാരിക്കുന്നു.
പിന്നീട് ആദിത്യൻ അരുണിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അരുണിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിനക്കാണെങ്കിൽ ഐശ്വര്യ എന്നൊരു ഭാര്യയുണ്ട്, എന്നിട്ട് നീ നിന്റെ കാമുകിയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദിത്യൻ പറയുന്നുണ്ട്, നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്നൊക്കെ അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട്. എന്റെ നല്ലതിന് വേണ്ടിയാണോ ചേട്ടൻ ഓരോന്നും ചെയ്തതെന്നൊക്കെ, എന്നിൽ നിന്നും അഭിരാമിയെ അകറ്റിയത് ചേട്ടനും അമ്മയും കൂടെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അരുൺ പറയുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട. ഐശ്വര്യ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഏട്ടന്റെ മകളാണ് ശ്രീകുട്ടി എന്നും ഏട്ടന്റെ കാമുകിയാണ് അശ്വതി എന്നും വിചാരിച്ചിരിക്കുന്നത്. ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒന്നും തിരുത്താൻ പോകണ്ട എന്നൊക്കെ പറയുന്നു. അരുൺ പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ ഇപ്പോഴും ഏട്ടൻ എന്ന ഒരു പരിഗണനയുണ്ട്, അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കരുതെന്നൊക്കെ പറയുന്നു. ഇവിടെ ഉള്ളത് എന്റെ അഭിരാമി തന്നെയാണ്, അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അഥവാ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അരുൺ ആരാണെന്ന് നിങ്ങൾ അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ആദിത്യൻ പോയിട്ട് അഖിലിനെയും ശ്യാമയും കാണുന്നുണ്ട്. ആദിത്യൻ പറയുന്നുണ്ട്, ജാസ്മിൻ അല്ലേ അശ്വതിയായിട്ട് ഓഫീസിൽ നിൽക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുന്നു. അമ്മ പറയുന്നതെല്ലാം സത്യമായിരുന്നല്ലേ, ഐശ്വര്യയുടെ കാര്യം ഓർക്കാതെ ശ്യാമ ഇതിനെല്ലാം കൂട്ടു നിൽക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അശ്വതി ചേച്ചിയെ കൂടി ഓർക്കണ്ടേ, അശ്വതി ചേച്ചിയെ മാത്രമാണോ, അവർക്കൊരു കുഞ്ഞില്ലേ, ശ്രീകുട്ടിയെ കൂടി ഓർക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. ആ കുഞ്ഞും ആരോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ കുട്ടിയും ഇപ്പോൾ അനുഭവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അതുമാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അരുണേട്ടനും എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാര് ആരാണെന്നൊക്കെ ചോദിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്